ഹായ് ഫ്രണ്ട്സ്, 0 to 1 crore എന്ന വീഡിയോ സീരീസിന്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറയുകയുണ്ടായി, നമുക്ക് 1 രൂപ ഉണ്ടെങ്കിൽ 1-ൽ നിന്ന് 2 ആക്കാം, 2-ൽ നിന്ന് 4 ആക്കാം, 4-ൽ നിന്ന് 8 ആക്കാം, അങ്ങനെ പോവാം. പക്ഷെ 0-ൽ നിന്ന് നമ്മൾ ആദ്യത്തെ 1 രൂപ എങ്ങനെ ഉണ്ടാക്കും? പണ്ട് കാലത്ത് ഒരു 10-50 വർഷങ്ങൾക്ക് മുമ്പ് ഇതൊന്നും പോസിബിൾ അല്ലാത്തൊരു കാര്യമായിരുന്നു. പക്ഷെ ഇപ്പോ 2010-2015 കാലഘട്ടത്തിന് ശേഷം ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ നമുക്ക് വേണമെങ്കിൽ 0-ൽ നിന്ന് വരെ പൈസ ഉണ്ടാക്കാൻ പറ്റും, ഒന്നുമില്ലായ്മയിൽ നിന്ന് വരെ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ. അപ്പൊ ഞാൻ എങ്ങനെയാണ് 0-ൽ നിന്ന് തുടങ്ങിയത് എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി ഒരു കഥയാണ്, എന്റെ കഥയാണ്. ഒന്ന് നിങ്ങൾ കേൾക്കുക. 2020 മാർച്ച് മാസം കൊറോണ വന്നു, അങ്ങനെ ലോക്ക്ഡൌൺ ആയി. ഞാൻ ഫൈനൽ ഇയർ BDS പാർട്ട് 1 ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് എല്ലാ ദിവസവും ഒരു ഡെയിലി 1-2 മണിക്കൂറൊക്കെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്. അതിനപ്പുറത്തേക്ക് ക്ലാസ്സുകളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ബാക്കിയുള്ള സമയം എന്ത് ചെയ്യുമെന്ന് അറിയാതിരിക്കുകയാണ്. അപ്പൊ അപ്പോഴാണ് ഞാൻ ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞ സംഭവത്തെ പറ്റി അറിയുന്നത്. എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നതിനെ പറ്റി എനിക്ക് യാതൊരു പിടിയില്ലായിരുന്നു അന്ന് വരെ. ആകെ അറിയാവുന്നത് പത്രത്തിൽ ഇങ്ങനെ ഇടയ്ക്ക് കാളയുടെ പടക്കാണ്. അതോടൊപ്പം ഇങ്ങനെ കേട്ടിട്ടുണ്ട് നിഫ്റ്റി ഇടിഞ്ഞു, അല്ലെങ്കിൽ സെൻസസ് കയറി എന്നൊക്കെ കേൾവി മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു അറിവില്ല. അപ്പൊ എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടി ഇങ്ങനെ വെറുതെ നമ്മളിങ്ങനെ സെർച്ച് ചെയ്ത് പോയപ്പോഴാണ് കുറെ കാര്യങ്ങൾ മനസ്സിലായി. അതായത് ഇത് പൈസ ഇല്ലാത്തവനെ കുറച്ച് പൈസ ഉണ്ടാക്കാൻ സഹായിക്കും, കുറച്ച് പൈസ ഉള്ളവനെ കൂടുതൽ പൈസ ഉണ്ടാക്കാൻ സഹായിക്കും, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ. അതായത് നന്നായിട്ട് പണിയെടുത്ത് പഠിച്ചാൽ മാത്രം ഇതൊക്കെ സംഭവിക്കും എന്നുള്ള കാര്യമാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തത്. അങ്ങനെയാണെങ്കിൽ ഒരു കൈ നോക്കാം, അല്ലെങ്കിൽ ഇത് എന്താണെന്നോടൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം എന്ന് കരുതി ഞാൻ പിന്നെ ഡെയിലി കുറച്ച് സമയം അതിന് വേണ്ടി മാറ്റിവെച്ചു. ഞാനിത് ഡെയിലി പഠിച്ചുകൊണ്ടിരുന്നത് അന്ന് ആ സമയത്ത് ഷാരിഖ് ഷംസീൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഡെയിലി ഇതിനെപ്പറ്റിയുള്ള വീഡിയോസ് ഇടുമായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും തുടക്കം ഞാൻ അദ്ദേഹത്തിൽ നിന്ന് തന്നെയാണ് പഠിച്ചെടുത്തത്. അപ്പൊ എല്ലാ വീഡിയോസും കണ്ടില്ലെങ്കിൽ മെജോറിറ്റി ഓഫ് വീഡിയോസ് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഡെയിലി ഞാൻ കുറച്ച് സമയം മാറ്റിവെച്ച് അങ്ങനെ പഠിച്ചു. ഒരു 3-4 മാസത്തോളം ഇങ്ങനെ സംഭവം എന്തൊക്കെയാണ്, അതായത് എന്താണെന്നൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. അതിനുശേഷമാണ് ഞാൻ വിചാരിച്ചു കുറച്ച് നാൾ പഠിച്ചു, ഇനി നമുക്കത് ഇംപ്ലിമെന്റ് ചെയ്താലോ ട്രേഡ് ചെയ്താലോ എന്ന് വിചാരിച്ചു. അപ്പൊ ഈ ട്രേഡ് ചെയ്യണമെങ്കിൽ നമുക്ക് 2 കാര്യങ്ങൾ ആവശ്യമാണ്. നമുക്ക് ഈ സാധാരണ കടയിൽ പോയി സാധനം വാങ്ങിക്കുന്ന പോലെ ഓരോ കമ്പനിയുടെ ഷെയർ ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല. നമുക്കൊരു ഷെയർ വേണമെങ്കിൽ, അതിപ്പം നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നൊക്കെ വാങ്ങിക്കണമെങ്കിൽ നമുക്കൊരു ബ്രോക്കർ വേണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമുക്ക് എന്ത് വേണം? പൈസ വേണം. സ്റ്റോക്സ് എന്നൊരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോം അന്ന് ഫ്രീ ആയിരുന്നു. നമുക്ക് അക്കൗണ്ട് തുടങ്ങാൻ ഫ്രീ ആയിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് ഞാൻ അന്ന് അപ്സ്റ്റോക്സിൽ അക്കൗണ്ട് എടുത്തു. അപ്പൊ ബ്രോക്കറേജ്, അതായത് നമുക്കൊരു ബ്രോക്കറായി. ഇനി എന്ത് ചെയ്യണം? പൈസ വേണം ട്രേഡ് ചെയ്യണമെങ്കിൽ. എനിക്ക് ഉറപ്പായിരുന്നു വീട്ടിൽ ചോദിച്ചു കഴിഞ്ഞാൽ പൈസ തരില്ല. കാരണം സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടി എങ്ങനെയാണ് വീട്ടിൽ ചോദിക്കുക, അത് തരില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം കൂടി മനസ്സിലാക്കുന്നത്. ഈ അപ്സ്റ്റോക്സിൽ നമുക്ക് എന്താണ്, നമ്മുടെ ഒരു റെഫറൽ ലിങ്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് നമുക്ക് വേറൊരാൾക്ക് സെൻഡ് ചെയ്ത് ആ ലിങ്ക് ഉപയോഗിച്ച് അയാൾ അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് 1000 രൂപ, ഒരാൾ അക്കൗണ്ട് തുടങ്ങിയാൽ 1000 രൂപ കിട്ടും എന്നുള്ളൊരു സിസ്റ്റം അന്നുണ്ടായിരുന്നു 2020 കാലഘട്ടത്തിൽ. അപ്പൊ ഞാൻ എന്താ ആലോചിച്ചതെന്ന് വെച്ചാൽ, ഇത് വളരെ, അതായത് ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, അമ്മയുടെയും അച്ഛന്റെയും പേരിൽ, അവരോട് ചോദിച്ചിട്ട് തന്നെ അമ്മയുടെയും അച്ഛന്റെയും പേരിൽ 2 അക്കൗണ്ട് അങ്ങ് തുടങ്ങി. അപ്പൊ ഈ 2 അക്കൗണ്ടിൽ നിന്ന് എനിക്ക് 2000 രൂപ ബ്രോക്കർ, അപ്സ്റ്റോക്സ് എന്ന ബ്രോക്കർ എനിക്ക് ഇങ്ങോട്ട് ഫ്രീ ആയിട്ട് തന്നു. അപ്പോൾ ഞാൻ അവിടുന്നാണ്, അതായത് അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, 0-ൽ നിന്ന് ഒന്നും എടുത്തില്ല, 2000 രൂപ ഡയറക്റ്റ് ആയിട്ട് എനിക്ക് അവിടെ നിന്ന് കിട്ടി. ഇനി ഞാൻ അമ്മയുടെ അച്ഛന്റെ പേരിലുണ്ടായ അക്കൗണ്ടിൽ ഇപ്പം ഞാൻ ഷെയർ വാങ്ങിച്ചിട്ടുണ്ട്. അന്ന് തന്നെ ഷെയർ വാങ്ങിച്ചിട്ടതാണ്. ഇപ്പൊ ഏകദേശം 40-50% റിട്ടേൺ രണ്ട് അക്കൗണ്ട് തന്നിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു അപ്സ്റ്റോക്സിന്റെ റെഫർ ലിങ്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 1000 വരെ, എനിക്ക് 400 രൂപ അങ്ങനത്തെ ഇപ്പോഴും കിട്ടുമെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് ഞാൻ ഇപ്പൊ നോക്കിയിട്ടില്ല എത്ര രൂപ കിട്ടും എന്നുള്ളത്. അതിൽ ഇപ്പോഴും എത്ര കിട്ടും. അപ്പൊ അങ്ങനെയാണ് ഞാൻ അങ്ങനെ 0-ൽ നിന്നും ആക്സിസ് കൃത്യം പറഞ്ഞ് 2000 രൂപ ഉണ്ടാക്കിയത്. അപ്പൊ പണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ പോസിബിൾ. ഇപ്പൊ ഇങ്ങനത്തെ കുറെ റെഫർ ലിങ്ക് ഉപയോഗിച്ച് നമുക്ക് ആളുകളെ ചേർത്താൽ കിട്ടുന്ന കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് 2020-ലാണ് ഞാൻ പറഞ്ഞത്, അതായത് 2020 മാർച്ചിലാണ് ഇപ്പൊ എനിക്ക് 2000 രൂപയിൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ട്രേഡിംഗ്. ഇപ്പൊ 2022 എത്തിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ എന്റെ സ്ഥിതിഗതികളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ 2020 ഒരു ഞാൻ തുടങ്ങിയത് ജൂൺ ജൂലൈ മാസത്തിലൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ സെപ്റ്റംബർ, ജൂൺ ജൂലൈ ഓഗസ്റ്റ്
ആ മാസത്തിലേക്കായിരിക്കും ഞാൻ ട്രേഡിംഗ് തുടങ്ങിയത്. അപ്പോൾ ആ സമയം തൊട്ട് 2020 ഇപ്പൊ 2022 ഡിസംബർ ആയിരിക്കുകയാണ്. ഈ സമയം വരെ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു, അല്ലെങ്കിൽ എന്റെ ട്രേഡിംഗ് അക്കൗണ്ട് എന്തൊക്കെയായി കാര്യങ്ങൾ എന്നുള്ളതായിരിക്കും ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഏകദേശം ഒരു 2 വർഷത്തെ ജേർണി ആയിരിക്കും അടുത്ത വീഡിയോ വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ അടുത്ത വീഡിയോക്ക് വേണ്ടി കാത്തിരിക്കുക. അതുവരെ നമുക്ക്